മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. അലീന എബ്രഹാം വിഷയം എല്ലാവരും അറിഞ്ഞതാണല്ലോ. മോഡലിംഗ് എന്ന വ്യാജേന പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തകർക്കലാണ് ഇവളുടെ പ്രധാന ഹോബി. മോഡലിംഗ് എന്നും പറഞ്ഞ് ഇവൾ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തും. എന്നിട്ട് കണ്ട മയക്കുമരുന്ന് മാഫിയക്കും സെക്സ് റാക്കറ്റിനും കാഴ്ചവെക്കും. അവർ ലഹരിയൊക്കെ കൊടുത്ത് ഇവരെ ബോധരഹിതരാക്കി ദുരുപയോഗം ചെയ്യും. എന്നിട്ട് അവരുടെ വീഡിയോസും ചിത്രങ്ങളൊക്കെ എടുത്ത് ഇവരെ ഭീഷണിപ്പെടുത്തലായിരുന്നു ഇവളുടെ പ്രധാന ഹോബി. എന്തായാലും ഇതിനെ തുടർന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കുട്ടികളെ മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് പലർക്കായി കാഴ്ചവെച്ചു എന്ന കേസിലാണ് പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗികാതിക്രമം ഉൾപ്പെടെ നിരവധി വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതി അലീന മുൻപും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളാണ്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാമെന്ന് പോലീസ് അറിയിച്ചു. കേട്ടിടത്തോളം ഇവൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദേശത്ത് നല്ലൊരു ഭാവി, മോഡലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആരായാലും വീണുപോകും. സാധാരണക്കാരന്റെ കാര്യം പറയണ്ടല്ലോ, ജീവിതം തന്നെ രക്ഷപ്പെട്ടെന്ന ചിന്താഗതിയായിരിക്കും. അങ്ങനെ ചെന്ന് ചാടിയ ഏതോ ഒരു വ്യക്തിയാണല്ലോ ഇപ്പൊ പരാതിയുമായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ അലീന മോഡലിങ്ങിനെ പറ്റി വർണ്ണിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ് ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന അവാർഡ് ചെയ്യാനുള്ള. പരസ്യം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം തോന്നുമോ? ഇല്ല, കാരണം അത്ര ആലങ്കാരികമായിട്ടാണ് മോഡലിങ്ങിനെ പറ്റി വർണ്ണിക്കുന്നത്. ഇത് കേൾക്കുന്ന സാധാരണക്കാരനോ ഇവരുടെ ചതിക്കുഴിയിൽ വന്ന് ചാടുകയും ചെയ്യും. പിന്നെ ഇവരുടെ അടുത്ത് ചാടുന്നവരിൽ അറിഞ്ഞു ചാടുന്നവരും അറിയാതെ ചാടുന്നവരും ഉണ്ട്. ഈ അറിയാതെ ചാടി ഏതോ ഒരു വ്യക്തിയാണ് ഇപ്പൊ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പരാതികൾ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവളെ പോലുള്ളവർ പുറം ലോകം ഒരിക്കലും കാണരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.